ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8th ബയോളജിയുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വൈ ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് നോക്കിയാലോ. സാധാരണയായി നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ പലതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാവാം, കളറിൻ്റെ അടിസ്ഥാനത്തിലാവാം, സൈസിൻ്റെ അടിസ്ഥാനത്തിലാവാം, അവയുടെ ഉപയോഗം യൂസിൻ്റെ അടിസ്ഥാനത്തിലാവാം. കുറച്ച് ആനിമൽസിൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, കാറ്റും ഡോഗും. വാട്ട് ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ദീസ് ഓർഗാനിസം? എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഗാനിസത്തിനെ തരംതിരിച്ചിരിക്കുന്നത്? അവയുടെ സൈസ്, ബ്യൂട്ടി, സ്പീഡ്, ഷാർപ്പ് ഇൻസിസസ് കൂർത്ത കോമ്പല്ലുകൾ, ആൻഡ് ഓൾസോ ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിത്ഡ്രോവൺ ഇൻ ദ ഫീറ്റ്, പാദങ്ങളിലേക്ക് ഉൾവലിയുന്ന നഖങ്ങൾ. ഇവയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇവയുടെ അടിസ്ഥാനത്തിലാവാം ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇഫ് മോർ സ്പെസിഫിക് ക്രൈറ്റീരിയ ആർ അഡോപ്റ്റഡ്, ക്ലാസിഫിക്കേഷൻസ് ബിക്കംസ് മോർ ആക്യുറേറ്റ്. കൂടുതൽ സൂക്ഷ്മതയാർന്ന മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ തരംതിരിക്കൽ വളരെ കൃത്യമാർന്നതാകും. മാത്രമല്ല, ഇറ്റ് വിൽ ബി ഈസി ടു സ്റ്റഡി ഓർഗാനിസംസ് ഇഫ് ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സ്യൂട്ടബിൾ ക്രൈറ്റീരിയ. സ്യൂട്ടബിൾ ക്രൈറ്റീരിയ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഓർഗാനിസത്തിനെ പഠിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നത്. ലെറ്റ്സ് ക്ലാസിഫൈ ആൻഡ് ലേൺ. തരം തിരിച്ച് പഠിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെ ഓർഗാനിസത്തിൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്ലൈയും സ്പൈഡറും ഗ്രാസ് ഹോപ്പറും ബട്ടർഫ്ലൈയും സ്നെയിൽ ആൻഡ് ഹൗസ് ഫ്ലൈ ഒക്കെയാണ് ഈ ഒരു പിക്ചറിലുള്ളത്. അപ്പം ഇവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്, ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഫസ്റ്റ് വൺ ഈസ് വിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിങ്സിന് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ദോസ് വിത്ത് വിങ്സ് ആൻഡ് വിത്തൗട്ട് വിങ്സ്. ചിറകുകൾ ഉള്ളവയും ചിറകുകൾ ഇല്ലാത്തവയും. ഈ പിക്ചറിൽ നിന്ന് ചിറകുകൾ ഉള്ളവ എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ. ഇവ നാലിനുമാണ് എന്തുള്ളത്? ചിറകുകൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ചിറകുകൾ ഇല്ലാത്ത ജീവജാലങ്ങളാണ് സ്നെയിൽ ആൻഡ് സ്പൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ചിറകുകളുള്ളവ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ചിറകുകളുടെ എന്താണ് പറയുന്നത്? എണ്ണമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 കാറ്റഗറിയിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചിറകുകളുടെ എണ്ണങ്ങളെ നമ്മൾ വിശദീകരിക്കുന്നത്. ആ 4 ഓർഗാനിസം മാത്രമേ ഇവിടെയുള്ളൂ. നമ്പർ ഓഫ് വിങ്സ്, ചിറകുകളുടെ എണ്ണം ആണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ആൻഡ് 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ്. എന്താണ്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ജോഡി ചിറകുകളുള്ളവയും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 2 ജോഡി ചിറകുകളുള്ളവയും, അതായത് 2 ജോഡി എന്ന് പറഞ്ഞാൽ 4 എണ്ണം, ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉള്ളവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യമായി പറയുന്നത് എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ്. കാണാൻ കഴിയുന്ന ഒരു ജോഡി ഉള്ളത് ഈച്ചയ്ക്ക് മാത്രമാണ്, ഹൗസ് ഫ്ലൈക്ക് മാത്രമാണ്. എന്നാൽ 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ്, അതായത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 2 ജോഡി ചിറകുകളുള്ളവ ആരൊക്കെയാണ്? ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ. ഇവ 3നുമാണ് എന്തുള്ളത്? 2 ജോഡി കാണാൻ കഴിയുന്ന ചിറകുകൾ ഉള്ളത്. അടുത്ത കാര്യം പറയുന്നത് പെക്യുലാരിറ്റി ഓഫ് ലെഗ്സ് ആണ്, കാലുകളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ളവരിൽ നിന്നാണ് നമ്മൾ ഇവയെ എടുക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത്, ഒരേ നീളമുള്ളവയും എന്താണ്? ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത്, ഒരേ നീളം അല്ലാത്തവ കാലുള്ളവയാണ് നോക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നോക്കാം. ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ബട്ടർഫ്ലൈക്ക് എന്താണ് പ്രത്യേകത? ഒരേ പോലെയാണ് അവയുടെ കാലിൻ്റെ നീളം എന്ന് പറയുന്നത്. എന്നാൽ ഗ്രാസ് ഹോപ്പറിനെ നോക്കുമ്പോൾ അവയുടെ കാലിന് വ്യത്യസ്തമായ നീളമാണ്. അതായത് ഫ്രണ്ടിലുള്ള 2 കാലിൽ ഉള്ള നീളമല്ല ബാക്കിലുള്ള കാലിനുള്ളത്. എന്നാൽ അതിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് എന്താണ്? ലെങ്സ് വിത്ത് ഈക്വൽ ലെങ്തിൽ നിന്നുള്ളതിനെയാണ് ട്രാൻസ്പാരൻറ്റ് വിങ്സും എന്താണ് നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സുമുള്ള ജീവജാലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. ഓക്കെ, അവയുടെ പ്രത്യേകതയാണ് പറയുന്നത്. ട്രാൻസ്പാരൻറ്റ് വിങ് ഉള്ളത് ഡ്രാഗൺ ഫ്ലൈക്ക് മാത്രമാണ്, തുമ്പിക്ക് മാത്രമാണ്. എന്നാൽ നോൺ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സുതാര്യമല്ലാത്ത ചിറകളുള്ളത് ആർക്കാണ്? ബട്ടർഫ്ലൈക്ക് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ജീവജാലങ്ങളെയും സസൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ജീവികളെ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? തരംതിരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാവാം? ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ്. ഇവിടെ ജീവജാലങ്ങളുടെ എണ്ണങ്ങൾ കുറവാണ്. മാത്രമല്ല സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ്, കൃത്യമായിട്ടുള്ള സൂചകങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ഓൾസോ 2 clear ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ. ഓരോ സൂചകങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൃത്യമായിട്ടുള്ള സാധ്യതകളുണ്ട് തിരഞ്ഞെടുക്കാൻ. സോ നമുക്ക് അതിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് കീസ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, തരംതിരിക്കുവാനുള്ള താക്കോലുകൾ.
ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടാക്സോണമിക് കീസിനെ പറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ടാക്സോണമിക് കീസ് എന്താണ്? ടാക്സോണമിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈങ് ആൻഡ് ക്ലാസിഫൈങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ശാസ്ത്രീയ സൂചകങ്ങൾ, സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എന്ത് ചെയ്യാനായിട്ട്? ക്ലാസിഫൈ ചെയ്യുവാനും തരംതിരിക്കുവാനും അവരെ തിരിച്ചറിയുവാനുമായി നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീസ് ഈസ് ദ ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു കീയാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്. ഈച്ച് ഇൻഡിക്കേറ്റർ ഇൻ ദിസ് കീ ഹാസ് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. അപ്പോൾ ഈ ഒരു കീൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൽ 2 സാധ്യതകൾ ഉണ്ടാവും തിരഞ്ഞെടുക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു കീയിനകത്ത് 2 സാധ്യതകളുണ്ട്. നമ്മൾ അതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മൾ ഇല്ലുസ്ട്രേഷൻ 12.1 നമ്മൾ കണ്ടതും നമ്മൾ ചർച്ച ചെയ്ത ഒരു കീ എന്ന് പറയുന്നതും ഡൈക്കോട്ടമസ് കീ ആയിട്ടുള്ള ഒന്നാണ്. By choosing the peculiarities of the organisms to be identified and by proceeding systematically, one can identify and classify the organisms. നമുക്ക് തിരിച്ചറിയേണ്ട ആ ഒരു ജീവിയുടെ പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജീവിയെ എന്താണ് തിരിച്ചറിയുകയും അവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇല്ലുസ്ട്രേഷൻ 12.1 ഈസ് എ ഡൈക്കോട്ടമസ് കീ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇല്ലുസ്ട്രേഷൻ 12.1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. അവയുടെ വിങ്സിൻ്റെയും ലെഗ്സിൻ്റെയും വിങ്സിൻ്റെ എണ്ണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ടമസ് കീന് ഉദാഹരണമാണ്. ദ ടാക്സോണമിക് കീസ് ആർ കണ്ടിന്യൂസ്ലി റിവൈസ്ഡ്. ഈ ഒരു ടാക്സോണമിക് കീകൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് റിവൈസ് ചെയ്യാൻ കാരണം? ബൈ ഇൻക്ലൂഡിങ് പെക്യുലാരിറ്റീസ് ഓഫ് ന്യൂലി ഐഡന്റിഫൈഡ് ഓർഗാനിസംസ്. പുതിയതായി കണ്ടുപിടിക്കുന്ന ജീവികളുടെ പ്രത്യേകതകൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടാക്സോണമിക് കീസ് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതുക്കിക്കൊണ്ടിരിക്കുന്നു. Thus, the method of classification is the act of grouping of organisms based on similarities or differences. എന്താണ്? സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ ഗ്രൂപ്പ് ചെയ്യുകയാണ് വർഗീകരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്, ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടാക്സോണമിക് എയ്ഡ്സ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാക്സോണമി എന്ന് പറയുന്നത്. Taxonomy is the branch of biology that identifies organisms, classifies them on the basis of similarities and differences and names them scientifically. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത് ടാക്സോണമിയിൽ, വർഗീകരണ ശാസ്ത്രത്തിൽ. ഒന്നെന്താണ്? ഐഡന്റിഫൈസ് ദ ഓർഗാനിസം. ആ ഒരു ഓർഗാനിസത്തെ, ജന്തുജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ക്ലാസിഫൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അവയുടെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കുക. ആൻഡ് ഓൾസോ നൈംസ് ദം സയന്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് പേര് നൽകുക. അപ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? Taxonomy is the branch of biology that identifies the organisms, classifies them on the basis of similarities and differences and names them scientifically. ശാസ്ത്രീയമായി പേര് നൽകുവാനും ആ ഒരു ഓർഗാനിസത്തിനെ തരംതിരിക്കുവാനും മാത്രമല്ല ആ ഒരു ഓർഗാനിസത്തിനെ മനസ്സിലാക്കുവാനുമായിട്ട് നാം ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. For the purpose of classification, the characteristic features of organisms, their external and internal features, genetic constitution, evolutionary relationship, etc. are to be thoroughly studied. അപ്പോൾ ഒരു ജീവിയെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ വർഗീകരണത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ ജീവിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ എന്തെല്ലാം പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം? കുറഞ്ഞത് അവയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, സ്വഭാവ സവിശേഷതകൾ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ്, ബാഹ്യഘടന, ആന്തരിക ഘടന, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഘടന, ആൻഡ് ഓൾസോ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്, അവയുടെ പരിണാമ ചരിത്രം മുതലായവ ആർ ടു ബി thoroughly studied, വളരെ കൃത്യമായിട്ട് പഠന വിധേയമാക്കിയിരിക്കണം. ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന വർഗീകരണ ശാസ്ത്രത്തെ പറ്റി പറഞ്ഞ സയന്റിസ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യമായി BC 384 കാലഘട്ടം മുതൽ 322 കാലഘട്ടം വരെ ഗ്രീസിൽ ജീവിച്ചിരുന്ന സയന്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ബയോളജി, ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം എങ്ങനെയാണ് ജന്തുജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തത്, വർഗീകരിച്ചത്? ഹി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ആസ്
those with red blood cells and those without red blood cells. അതായത് ചുവന്ന രക്താണുക്കൾ ഉള്ളവയും അങ്ങനെ അല്ലാത്തവയും എന്നുമാണ് അരിസ്റ്റോട്ടിൽ ജീവജാലങ്ങളെ വർഗീകരിച്ചത്, ക്ലാസിഫൈ ചെയ്തത്. അടുത്തതായി വരുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹവും BC 371 കാലഘട്ടം മുതൽ 287 കാലഘട്ടം വരെ ഗ്രീസിൽ ജീവിച്ചിരുന്ന സയൻറ്റിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ബോട്ടണി, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻ ടു ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെർണിയൽസ്. അദ്ദേഹം ചെടികളെയാണ് ക്ലാസിഫൈ ചെയ്തത്, സസ്യങ്ങളെ. ദ്വിവർഷികളെന്നും ബഹുവർഷികളെന്നും ഏകവർഷികളെന്നും ആണ് ചെടികളെ തിയോഫ്രാസ്റ്റസ് ക്ലാസിഫൈ ചെയ്തത്. അടുത്തതായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ചരകൻ എന്ന് പറയുന്നത്. AD 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ, ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹി wrote the treatise ചരക സംഹിത by including in it around 200 plants and animals. 200ഓളം സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ചരക സംഹിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സയന്റിസ്റ്റാണ് ജോൺ റേ എന്ന് പറയുന്നത്. AD 1627 മുതൽ 1705 വരെ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ജോൺ റേ എന്ന് പറയുന്നത്. അദ്ദേഹം റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ് ഇൻ ദ ബുക്ക് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റിയറം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റിയറത്തിൽ 18,000 സസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. യൂസ്ഡ് ദ ടേം സ്പീഷീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി സ്പീഷീസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചതും ജോൺ റേ എന്ന സയന്റിസ്റ്റ് ആണ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കോൾ ലിനേസിനെ പറ്റിയാണ്. AD 1707 മുതൽ 1778 വരെ സ്വീഡനിൽ ജീവിച്ചിരുന്ന സയന്റിസ്റ്റാണ് കോൾ ലിനേസ് എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കോൾ ലിനേസിനെയാണ്. സജസ്റ്റഡ് ദ ടാക്സോണമിക് ഹൈറാർക്കി, അദ്ദേഹമാണ് വർഗീകരണ തരംതിരിവ് കൊണ്ടുവരുന്നത്. പ്രൊപ്പോസ്ഡ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ സയന്റിഫിക് നെയിമിംഗ് മെത്തേഡ് ഫോർ ദ ഓർഗാനിസം. ജീവികൾക്ക് ദ്വിനാമ പദ്ധതി ആവിഷ്കരിക്കുന്ന, ശാസ്ത്രീയ നാമമായി ഉപയോഗിക്കുന്ന ദ്വിനാമ പദ്ധതി കൊണ്ടുവരുന്നതും കോൾ ലിനേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ടാക്സോണമിയെ പറ്റി, വർഗീകരണ ശാസ്ത്രത്തെ പറ്റി പറഞ്ഞ സയന്റിസ്റ്റുകൾ. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ടാക്സോണമിക് ഹൈറാർക്കി പ്രൊപ്പോസ്ഡ് ബൈ ലിനേസ്. ലിനേസ് നിർദ്ദേശിച്ച എന്താണ് വർഗീകരണ തലങ്ങൾ. ഇവിടെ നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് വർഗീകരണ തലത്തിൽ ഏറ്റവും ബേസിൽ വരുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസിൽ നിന്ന് സ്പീഷീസുകൾ ചേർന്ന് ജീനസിലേക്കും, ജീനസുകൾ ചേർന്ന് ഫാമിലി, ഫാമിലി ചേർന്ന് ഓർഡർ, ഓർഡറുകൾ ചേർന്ന് ക്ലാസ്, ക്ലാസ് ചേർന്ന് ഫൈലം ആൻഡ് ലാസ്റ്റ് കിങ്ഡത്തിലേക്ക് വരികയാണ്. അതായത് കിങ്ഡം എന്ന് പറയുന്നത് ഒരുപാട് ജീവജാലങ്ങൾ ചേർന്ന് വരുന്നതാണ് കിങ്ഡം എന്ന് പറയുന്നത്. ഉദാഹരണം, ആനിമൽസ് എല്ലാം ചേരുന്നത് ആനിമൽ കിങ്ഡം, പ്ലാന്റ്സ് എല്ലാം ചേരുന്നത് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ഈ കിങ്ഡത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഓരോന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് വരികയാണ്. ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്തുന്നതാണ് സ്പീഷീസിലേക്ക്. സ്പീഷീസിൽ വളരെ കുറച്ച് ഓർഗാനിസംസ് മാത്രമേ കാണാൻ കഴിയൂ. ഒരേ സ്വഭാവ സവിശേഷതകളുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സ്പീഷീസിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട രീതിയിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക. അതായത് സ്പീഷീസിൽ നിന്ന് തുടങ്ങി കിങ്ഡത്തിലേക്ക് അവസാനിപ്പിക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഒരു പാട്ട് പോലെ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. സ്പീഷീസിനെ പറ്റി എന്താണ് പറയുന്നത് നോക്കിയാലോ. അക്കോർഡിംഗ് ടു ബയോളജിക്കൽ ഡെഫിനിഷൻ, species is a group of organisms that can produce fertile offsprings through sexual reproduction. ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള ജീവജാലങ്ങൾ നിർമ്മിക്കുന്ന ജീവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. ഇതിനെ ജീവശാസ്ത്രപരമായിട്ടുള്ള നിർവചനമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ്? സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. മാത്രമല്ല, സ്പീഷീസ് ഇസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം എന്ന് പറയുന്നതും സ്പീഷീസ് ആണ്. ഓർഗാനിസംസ് ഓഫ് എ സ്പീഷീസ് ഷെയർ മാക്സിമം സിമിലാരിറ്റി ഓഫ് ഫീച്ചേഴ്സ്. എന്താണ്? ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നതും ഈ സ്പീഷീസിലുള്ള ഓർഗാനിസംസ് തമ്മിലാണ്. ഓർഗാനിസംസ് ഓഫ് സിമിലർ സ്പീഷീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജീനസ്. ഈ സ്പീഷീസ്, ഒരേപോലുള്ള സ്പീഷീസുകൾ ചേർന്നിട്ടാണ് ജീനസുകൾ ഉണ്ടാകുന്നത്. Also, similar genus constitute the family and the families join to form the order. ഒരുപോലുള്ള ജീനസുകൾ ചേർന്ന് ഫാമിലി ആകുകയും ഫാമിലീസ് ചേർന്ന് ഓർഡർ ആവുകയും ചെയ്യുന്നു. വേരിയസ് ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്ലാസ്. അങ്ങനെ ഉണ്ടാകുന്ന ഓർഡേഴ്സ് ചേർന്ന് ക്ലാസ്സുകളും റിലേറ്റഡ് ക്ലാസ് ജോയിൻ ടു ഫോം ഫൈലം.
അങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്ലാസ്സുകൾ ചേർന്ന് ഫൈലവും ഓൾ ഫൈല കോൺസ്റ്റിറ്റ്യൂട്ട് ദ കിങ്ഡം വിച്ച് ഈസ് ദ ഹയസ്റ്റ് ലെവൽ. എല്ലാ ഫൈലയും ചേർന്ന് കിങ്ഡമായി മാറുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറാർക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്. എന്താണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ഹയസ്റ്റ് ലെവലുള്ളത് കിങ്ഡം ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ടാക്സോണമിക്കൽ ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ടുള്ള കിങ്ഡമിൽ നിന്ന് സ്പീഷീസിലേക്ക് ഒരു ട്രാൻസിഷനാണ് നടക്കുന്നത്. ഇവിടെ കിങ്ഡമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആനിമേലിയയാണ്. കിങ്ഡം ആനിമേലിയ, എല്ലാ ആനിമൽസും ഉൾപ്പെടുന്ന കിങ്ഡം ആനിമേലിയ. അവിടെ നിന്ന് ട്രാൻസിഷൻ ചെയ്യുന്നത് തൊട്ട് താഴെയുള്ള ലെവലായിട്ടുള്ള ഫൈലം കോർഡേറ്റയിലേക്കാണ്, ഫൈലത്തിലേക്ക്. കോർഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നട്ടലുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് കോർഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വെർട്ടിബ്രേറ്റ്സും, എല്ലാ നട്ടലുള്ള ജീവികളും ഉൾപ്പെടുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തൊരു ക്ലാസ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിലേക്ക് കടക്കുകയാണ് ക്ലാസ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മാമേലിയ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഓക്കെ, അപ്പം ഏതാണ്? എല്ലാവർക്കും നട്ടലുള്ള മാമൽസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്തുന്നു. ഓക്കെ, അങ്ങനെയുള്ള ജീവികളായി. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവലായിട്ടുള്ള ഓർഡറിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർഡറിൽ എടുത്തിരിക്കുന്നത് കാർണിവോറ എന്ന് പറയുന്ന ഓർഡറാണ്. കാർണിവോറയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എന്താണ്? മാമൽസ് ആണ്. ഇവരെന്താണ്? കോർഡേറ്റ്സ് ആണ്. ഇവരിന് എന്തുണ്ട്? പ്രത്യേകതയുണ്ട്. ഇവർക്ക് പല്ലുകളുണ്ട്, ഇറച്ചി കടിച്ച് കഴിക്കുവാനുള്ള പല്ലുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കിങ്ഡമിൽ നിന്ന് തുടങ്ങിയതാണ്. കിങ്ഡമിൽ നിന്ന് നട്ടലുള്ളവയും മാമൽസുമായിട്ടുള്ളവരായി, നട്ടലുള്ളവരും മാമൽസും ഇറച്ചിയെ കടിച്ച് തിന്നാൻ പറ്റുന്ന കാർണിവോറസുമായി. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എടുക്കുന്നു, ഈ ഒരു കോർഡേറ്റയാണ്, മാമേലിയാണ്, കാർണിവോറയാണ്, ആൻഡ് ഓൾസോ ഫെലീഡയാണ്. എന്താണ് ഫെലീഡെ? അതായത് നഖങ്ങൾ അകത്തേക്ക് ഉൾവലിക്കാൻ പറ്റുന്ന കാലുകളുള്ളവ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസ് നടത്തി. തൊട്ട് താഴെയുള്ള ലെവലാണ് ഫാമിലി എന്ന് പറയുന്നത്. അതിൽ നിന്നും താഴെയായിട്ടുള്ള ജീനസിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്? ഈ പറയപ്പെടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്താണ്? കോർഡേറ്റ്സ് ആണ്, മാമൽസിൻ്റെ പ്രത്യേകത കാണിക്കുന്നുണ്ട്, കാർണിവോറയുടെ പ്രത്യേകത കാണിക്കുന്നുണ്ട്, ഫെലീഡയാണ്. ആൻഡ് ഓൾസോ ഇവരെന്താണ്? എന്ത് ചെയ്യുന്നില്ല? റോറ് ചെയ്യുന്നില്ല ഇവർ. അതാണ് അടുത്ത് പറയുന്നത്. ഷോ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ഫെലീഡെ, സ്മോൾ സൈസ്ഡ് ബോഡി. ഇവർക്ക് ചെറിയ സൈസുള്ള ബോഡിയാണ്. മാത്രമല്ല എന്താണ്? ഗർജനം അല്ലെങ്കിൽ എന്താണ്? റോറിങ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതിൽ നിന്ന് വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസിലേക്ക്. എലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ജീനസ് ഫെലിസ്. അപ്പോൾ ഫെലിസിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. അതായത് എന്താണ്? കോർഡേറ്റയാണ്, മമേലിയാണ്, കാർണിവോറയാണ്, ഫെലീഡയാണ്, ആൻഡ് ഓൾസോ ഫെലിസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞ പ്രത്യേകത എന്താണ്? കേറ്റിൻ്റെ മാത്രമായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏത് ജീവിയാണ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പൂച്ചയുടെ ഹൈറാർക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിങ്ഡം അനിമേലിയയിലാണ്, ഫൈലം കോർഡേറ്റയിലാണ് ഉൾപ്പെടുന്നത്, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡെ, ജീനസ് ഫെലിസ് ആൻഡ് സ്പീഷീസ് കാക്ടസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ ജീവിക്കും ഇതുപോലെ ഹൈറാർക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അടുത്തതായി ഡൈവേഴ്സിറ്റി നെയിംസ്. നമ്മുടെ നാട്ടിലുള്ള പല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും പല പല പേരുകളിൽ പല നാടുകളിൽ അറിയപ്പെടുന്നു. ഉദാഹരണത്തിന് താഴെ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു പക്ഷിയെ ഉപ്പനെന്നും ചെമ്പോത്തെന്നും ചകോരമെന്നും, ആ ഒരു സസ്യത്തെ വട്ട, പൊടുകന്നി, ഉപ്പൂത്തി, പപ്പായ, കപ്പളങ്ങ, കർമൂസ, ഓമയ്ക്ക എന്ന് പപ്പായയെയും, ഈ കാണിച്ചിരുന്ന പഴുതാര, കരിങ്കന്നി, കൽക്കുന്നൻ, ചെമ്പൂരം എന്നിവയൊക്കെ പല പേരുകളായി പല നാടുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ പരിഹരിക്കുവാനായിട്ടാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി എന്താണ്? was proposed to solve the difficulties arising out of an organism being known by various names in different languages and regions. പല പല ദേശങ്ങളിൽ പല പല ഭാഷയിൽ ഒരു ജീവിയെ പല പല പേരുകളിൽ അറിയപ്പെടുന്നതിനെ പരിഹരിക്കുവാനായി കൊണ്ടുവന്ന ഒരു രീതിയാണ്, ശാസ്ത്രീയമായി പേരിടുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കോമൺലി അക്സെപ്റ്റഡ് സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ്. ഇത് എല്ലാവരും അംഗീകരിച്ച ഒരു ശാസ്ത്രീയ നാമകരണ രീതിയാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ ജോയിനിങ് ടു വേർഡ്സ്. രണ്ട് വാക്കുകളെ ചേർത്തുകൊണ്ട് ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കോൾ ലിനേസ് ഹു പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോൾ ലിനേസ് ആണ് ആദ്യമായി ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്.
മാത്രമല്ല ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്സ് ദ ജീനസ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഷീസ്. ആദ്യ പദം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജീനസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാം പദം സ്പീഷീസിനെയും. ഒരു ജീവിയുടെ പേരിന് 2 വേർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. By this method, the scientific name of an organism is the same all over the world. ലോകത്തെല്ലായിടത്തും തന്നെ ഈ ഒരു പദ്ധതി പ്രകാരം പേരുകൾ ഒരുപോലെ തന്നെ ആയിരിക്കും. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജീവിയുടെ പേര് ലോകത്തെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അക്കോർഡിംഗ് ടു ദിസ്, ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചറിലൂടെ മനുഷ്യന് ലഭിച്ച ശാസ്ത്രീയ നാമമാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ അടിസ്ഥാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ആദ്യമായി എലിഫന്റ്. എലിഫന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ്. രണ്ടാമത് വരുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് പീക്കോക്ക് ആണ്. പീക്കോക്കിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ്. അടുത്ത സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഡോഗിൻ്റെതാണ്. ഡോഗിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ്. കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ്. കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നതാണ് ഡോഗിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അടുത്തതായി ഹിബിസ്കസിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഓക്കെ, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നതാണ് ഹിബിസ്കസിന്റെ, ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അടുത്തതായി നീമിന്റെ സയന്റിഫിക് നെയിം, അതായത് എന്താണ്, വേപ്പിലയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അസഡിറാക്റ്റ ഇൻഡിക്ക. അസഡിറാക്റ്റ ഇൻഡിക്ക എന്നതാണ് നീമിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി വരുന്നത് പാഡിയുടെ, നെല്ലിന്റെ സയന്റിഫിക് നെയിമാണ്. അതിന്റെ പേരാണ് ഒറൈസ സറ്റൈവ. അടുത്തതായി നമുക്ക് വേണമെങ്കിൽ ആരുടേത് എടുക്കാം? മാംഗോയുടേത് എടുക്കാം. മാംഗോ നമുക്കറിയാം, മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കോക്കനട്ടിൻ്റെ ഏതാണ്? കോക്കോ നോസിഫെറ. ഹ്യൂമൻസിന്റെ എന്താണ്? ഹോമോ സാപ്പിയൻസ്. അതുപോലെ തന്നെ കാക്കയുടേതാണ് കോർവസ് പ്ലെൻഡൻസ്. പശുവിൻ്റെത് ബോസ് ടോറസ്. അപ്പോൾ അങ്ങനെ ഓരോ ജീവികൾക്കും എന്തുണ്ട്? ഒരു സയന്റിഫിക് നെയിം ഉണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ശരിയിലേക്ക് നമ്മൾ എത്തും. അതിലേക്ക് നമ്മൾ കടക്കുകയാണ് ടുവേർഡ്സ് മോർ പ്രിസിഷൻ, കൂടുതൽ ശരിയിലേക്ക്. അക്കോർഡിംഗ് ടു ദ 2 kingdom classification that was prevalent earlier, organisms were classified under 2 large categories, namely Kingdom Plantae and Kingdom Animalia. മുൻപ് നിലവിലുണ്ടായിരുന്ന വർഗീകരണ രീതി അനുസരിച്ച് ജന്തുജാലങ്ങളെ, സസ്യജാലങ്ങളെയും പ്രധാനമായും 2 വലിയ കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്? വർഗീകരിച്ചിരുന്നത്. എന്നാൽ ഇൻ ദ ലൈറ്റ് ഓഫ് നോളജ് ഗെയിൻഡ് ലേറ്റർ ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ്, വൈവിധ്യമാർന്ന സ്പീഷീസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ശാസ്ത്രം വളരുന്നതിനനുസരിച്ചും അറിവ് വളരുന്നതിനനുസരിച്ചും വൈവിധ്യമാർന്ന സ്പീഷീസുകളെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ ആൻ അമേരിക്കൻ ബോട്ടണിസ്റ്റ് റോബർട്ട് എച്ച് വിറ്റാക്കർ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻടു 5 kingdoms. ഇപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കൻ ബോട്ടണിസ്റ്റായ ഒരു സയൻറ്റിസ്റ്റ് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു കിങ്ഡത്തെ 5 ആക്കി ഓർഗനൈസ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, തരംതിരിച്ചു. ആർച്ച് വിറ്റാക്കറിൻ്റെ 5 kingdom ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. ആദ്യമായി വരുന്ന കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്നത് ബാക്ടീരിയ പോലുള്ള ജീവികളാണ്. അവയുടെ പ്രത്യേകത എന്തെന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് അതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമതായി വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്.
അതിൽ വരുന്നത് അമീബ പോലുള്ള ജീവികളാണ്. അവയുടെ പ്രത്യേകത എന്തെന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. മൂന്നാമതായി വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിങ്ഡം ഫഞ്ചൈ ആണ്. അവയിൽ ഉൾപ്പെടുന്നത് മഷ്റൂംസ് ആണ്, കുമിളകളാണ്. അവരുടെ പ്രത്യേകത എന്തെന്നാൽ നോൺ മോട്ടൈലാണ്, സഞ്ചരിക്കുവാൻ കഴിവില്ലാത്തവർ. ഹെട്രോട്രോഫിക് ആണ്, പരപോഷികളാണ്, മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട്. യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളാവാം, ബഹുകോശ ജീവികളാവാം. അടുത്തതായി വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ഓട്ടോട്രോഫിക് ആണ്, എന്താണ്, സ്വപോഷികളാണ്. മൾട്ടി സെല്ലുലാർ നോൺ മോട്ടൈൽ ഓർഗാനിസംസ്, എന്താണ്, ബഹുകോശ ജീവികളാണ്, സഞ്ചരിക്കുവാനും കഴിവില്ല. അവസാനമായി വരുന്ന കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം അനിമേലിയാണ്. എല്ലാ ആനിമൽസും അനിമേലിയാണ് വരുന്നത്. ഹെട്രോട്രോഫിക് ആണ്, എന്താണ്, പരപോഷികളാണ്. മൾട്ടി സെല്ലുലാർ ആണ്, ബഹുകോശ ജീവികളാണ്. ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ കപ്പാസിറ്റി ഉള്ള ജീവികളാണ് ആരെന്ന് പറയുന്നത്, അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത്. ഇതാണ് R.H. വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ, മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദി പാസ്റ്റ്, നോളജ് ഓഫ് ദ പെക്യുലാരിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ വാസ് ലിമിറ്റഡ്. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ അണുക്കളുടെ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളുടെ അറിവ് വളരെ പരിമിതമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ it was found out that the archaebacteria belonging to the kingdom Monera are different from other bacteria in cell structure and physiological functions. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ആർക്കിബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ കോശഘടനയിലും സെൽ സ്ട്രക്ചറിലും അവയുടെ ജീവധർമ്മത്തിലും ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിലുമാണ് അവർ വ്യത്യാസം കാണിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദെൻ കിങ്ഡം മൊണീറ വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 2 kingdoms. കിങ്ഡം മൊണീറയെ വീണ്ടും 2 കിങ്ഡങ്ങളായിട്ട് എന്ത് ചെയ്തു, തരംതിരിക്കുകയാണ്. നൈമിലി ആർക്കി ആൻഡ് ബാക്ടീരിയ. അപ്പോൾ 2 തിരിച്ചത് എന്തൊക്കെയാണ്? ഒന്ന് ആർക്കി എന്നും മറ്റൊന്ന് ബാക്ടീരിയയും എന്നാണ് തിരിച്ചത്. അപ്പോൾ 2 കിങ്ഡമാക്കി തിരിച്ചു കിങ്ഡം മൊണീറയെ. ബിസൈഡ്സ് ദിസ്, ഇതിൻ്റെ ഭാഗമായി 1 more level of classification named domain was added above the kingdom. നമ്മൾ പറഞ്ഞു ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉള്ളത് എന്താണ്? കിങ്ഡം ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലെവലും കൂടി, കിങ്ഡത്തിന് മുകളിലായി ഒരു ലെവലും കൂടി വന്നു. അതിൻ്റെ പേരാണ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്ന ലെവൽ കിങ്ഡത്തിനേക്കാളും മുകളിലായി വന്നു. ഇറ്റ് വാസ് ദ അമേരിക്കൻ സയൻറ്റിസ്റ്റ് കാൾ വൗസ് who proposed this 6 kingdom classification. അപ്പോൾ ഈ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യമായി പ്രൊപ്പോസ് ചെയ്യുന്നത് കോൾ വൂസ് എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ നോക്കാം. ഓക്കെ, ഏറ്റവും മുകളിലായി വരുന്ന ലെവലാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ ഇവിടെയുണ്ട്. ആർക്കി, ബാക്ടീരിയ, യൂക്കാരിയ, അങ്ങനെ 3 ഡൊമൈനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിങ്ഡം മൊണീറയാണ് 2 തിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ബാക്ടീരിയയിൽ വരുന്നത് കിങ്ഡം ബാക്ടീരിയ ആണ്. ഡൊമൈൻ ആർക്കിയിൽ വരുന്നത് കിങ്ഡം ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിയാണ്. ഓക്കെ, ഡൊമൈൻ യൂക്കാരിയയിൽ വരുന്നത്, കാരണം യൂക്കാരിയോട്സ് ആണല്ലോ ബാക്കി എല്ലാവരും. സോ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇവ 4 നമ്മൾ ഓൾറെഡി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കണ്ടതാണ്. മാറ്റം കിങ്ഡം മൊണീറയിൽ മാത്രം അവയെ മാറ്റി കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കി എന്നുമാക്കി മാറ്റി. ഓക്കെ, അതിന് മുകളിലായി ആരെ വെച്ചു? ഏറ്റവും ഹയസ്റ്റ് ലെവലായി ഡൊമൈനെ വെക്കുകയാണ്. ഇങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ അവർ പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. അടുത്തതായി ഈ ഒരു പട്ടിക വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഹ്യൂമൻസിൻ്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഹൈറാർക്കിയലി ഇവയെ കൊണ്ടുവരുന്നത്? അപ്പം ഡൊമൈൻ തന്നിട്ടുണ്ട്, യൂക്കാരിയൻ തന്നിട്ടുണ്ട്. കിങ്ഡം എന്താണ് നമ്മൾ പറഞ്ഞതാണ്, കിങ്ഡം അനിമേലിയയിലാണ് വരുന്നത്. കിങ്ഡം അനിമേലിയ. ഓക്കെ, ഹ്യൂമൻസ് വരുന്നത് കിങ്ഡം അനിമേലിയയിലാണ്. അവയുടെ ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റയാണ്. ഫൈലം കോർഡേറ്റ. ഹ്യൂമൻസ് വരുന്നത് ഫൈലം കോർഡേറ്റയിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്ലാസ് എന്ന് പറയുന്നത് മമേലിയയാണ്. മമേലിയ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൊമൈൻ യൂക്കാരിയ, കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ. ഓർഡർ ഇവിടെ നൽകിയിട്ടുണ്ട്, പ്രൈമേറ്റ്സ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് ഹൊമിനിഡയാണ്. ജീനസ് എന്ന് പറയുന്നത് എന്താണ്? ഹോമോയാണ്. ആൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഹ്യൂമൻസിൻ്റെ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. ഡൊമൈൻ എന്ന് പറയുന്നത് യൂക്കാരിയാണ്, കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹൊമിനിഡേ, ജീനസ് ഹോമോ ആൻഡ് സ്പീഷീസ് സാപ്പിയൻസ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വൈറസുകളെ പറ്റിയാണ്. ഒരു കിങ്ഡത്തിലും സ്ഥാനമില്ലാത്ത
സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത ഒരു തരം ജീവികളാണ് വൈറസുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയാലോ. സെല്ലുലാർ ആണ്, കോശമില്ലാത്ത ജീവികളാണ് ആരെന്ന് പറയുന്നത്, വൈറസുകൾ എന്ന് പറയുന്നത്. വിത്ത് ഓൺലി പ്രോട്ടീൻ കോഡ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. കൃത്യമായ കോശമില്ല, അവർക്ക് ആകെക്കൂടി എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തുവും അതിനെ ആവരണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോട്ടീൻ കവചവും. പാത്തോജൻ, അവർ രോഗകാരിയാണ്. കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മെനി ഡ്രെഡ്ഫുൾ ഡിസീസ്, വളരെ മാരകമായ രോഗങ്ങൾക്ക് കാരണക്കാരനുമാണ്. കോൺ ബി ഡെസ്ട്രോയിഡ് ഈസിലി, വളരെ പെട്ടെന്ന് നശിപ്പിക്കുവാൻ കഴിയില്ല. ക്യാൻ ഓൺലി ലീവ് ഇൻസൈഡ് എ ലൈവ് സെൽ, ജീവനുള്ള കോശത്തിൽ മാത്രമേ അവ എന്ത് ചെയ്യുള്ളൂ, ജീവിക്കുകയുള്ളൂ. ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ, എന്നാൽ സെല്ലിന് പുറത്ത് വന്നാൽ അവ നിർജീവമായിരിക്കും, അവയ്ക്ക് ജീവൻ ഉണ്ടാവില്ല. ഓക്കെ, വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ ഹൗസ് സെൽ, അതൊരു ആതിഥേയ സെല്ലിലേക്ക് കടക്കുമ്പോൾ, ആതിഥേയ കോശത്തിലേക്ക് കടക്കുമ്പോൾ, ഇറ്റ് മൾട്ടിപ്ലൈ യൂസിങ് ദ മെറ്റീരിയൽസ് ദെയർ, അവയുടെ ജനിതക വസ്തുക്കൾ കൊണ്ട് അവ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പെറ്റുപെരുകുന്നു. മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് ഡെസ്ട്രോയ് ദാറ്റ് സെൽസ്, പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവ ആ ഒരു സെല്ലിനെ നശിപ്പിക്കുന്നു. ദെൻ എൻറ്റേഴ്സ് ന്യൂ സെൽസ്, എന്നിട്ട് അടുത്ത സെല്ലിലേക്ക് ഇവ കയറുന്നു. അപ്പോൾ അങ്ങനെ കയറി ആ ഒരു ഭാഗത്തെ സെല്ലിനെ മുഴുവൻ ഇവ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വളരെ മാരകമായ ഒരു രോഗകാരിയായി വൈറസിനെ നാം കണക്കാക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റസ് ആക്സിലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, ആദ്യമായി പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? കാൾ വോസ്, WOESE, കാൾ വൂസ് എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്കൻഡ് ബി പാർട്ട് എന്ന് പറയുന്നത് ചരക എഴുതിയത് ചരക സംഹിതയാണ്. അങ്ങനെയാണെങ്കിൽ ജോൺ റേ എഴുതിയത് എന്താണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ചരക സംഹിതയിൽ അദ്ദേഹം 200ഓളം സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറത്തിൽ 18,000ഓളം സസ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹിൻസ് അബൌട്ട് സം ഓർഗാനിസംസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഓർഗാനിസത്തിന്റെ ഹിൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നൈം ദ കിങ്ഡം ടു വിച്ച് ദീസ് ഓർഗാനിസംസ് ബിലോങ്. ഏത് കിങ്ഡത്തിലാണ് ഈ ജീവജാലങ്ങൾ ഉൾപ്പെടുന്നതെന്ന് എഴുതാനാണ് ചോദ്യം. എ, മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ് ആൻഡ് കപ്പാസിറ്റി ഫോർ ലോക്കോമോഷൻ. അപ്പോൾ എന്താണ്? സഞ്ചരിക്കുവാൻ കഴിവുള്ള ബഹുകോശമായിട്ടുള്ള പരപോഷികളായിട്ടുള്ള ജീവികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ എന്താണ്? സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്, ഇവ ഹെറ്ററോട്രോഫിക് ആണ്, കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ 4 കാര്യങ്ങളാണുള്ളത്. ഇവയെല്ലാം ഒത്തുവരുന്ന ഒരൊറ്റ കിങ്ഡം മാത്രമേ ഉള്ളൂ, കിങ്ഡം അനിമേലിയ. സെക്കൻഡ് ബി എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, ഹെറ്ററോട്രോഫിക് ആണ്, നോൺ മോട്ടൈൽ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, സഞ്ചരിക്കുവാൻ കഴിവില്ലാത്തവരാണ്, ഹെറ്ററോട്രോഫിക് ആണ്, പരപോഷികളാണ്, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ ഓക്കെ, എന്താണ് ആരെന്ന് പറയാൻ പറ്റും? നമുക്ക് ഫഞ്ചൈ എന്ന് പറയാൻ പറ്റും, കിങ്ഡം ഫഞ്ചൈ. ഓക്കെ, അപ്പോൾ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്, ഹെറ്ററോട്രോഫിക് ആണ്, നോൺ മോട്ടൈൽ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സി എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഏതിലാണ് വരുന്നത്? പ്രോട്ടിസ്റ്റിലാണ് വരുന്നത്. പ്രോട്ടിസ്റ്റ്. മൊണീറയിൽ എന്താണ്? കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഇല്ല, ഇവിടെ കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, സോ പ്രോട്ടിസ്റ്റ് ആണ്. യൂണിസെല്ലുലാർ വരുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, മൊണീറയും പ്രോട്ടിസ്റ്റയും. അതിൽ മൊണീറയ്ക്ക് എന്താണ്? ന്യൂക്ലിയസ് ഇല്ല, ഇവിടെയാണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, സോ ഇത് പ്രോട്ടിസ്റ്റ് ആണ്. ഡി എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓട്ടോട്രോഫിക് നോൺ മോട്ടൈൽ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്. ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഒരൊറ്റ കിങ്ഡം മാത്രമേ വരുന്നുള്ളൂ, കിങ്ഡം പ്ലാന്റ്. സോ നമുക്ക് പറയാം മൾട്ടി സെല്ലുലാർ ആണ്, ഒരുപാട് കോശങ്ങളുണ്ട്, ഓട്ടോട്രോഫിക് ആണ്, സ്വപോഷജീവികളാണ്, സ്വന്തമായി അവർ ആഹാരം പാകം ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. നോൺ മോട്ടൈലാണ്, അവർക്ക് സഞ്ചരിക്കുവാൻ കഴിവില്ല, ചെടികൾക്ക് ഒരിക്കലും സഞ്ചരിക്കുവാൻ കഴിവില്ല. സോ ഇവ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നവയാണ്? കിങ്ഡം പ്ലാന്റേയിൽ വരുന്നതാണ്. സോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കിങ്ഡം അനിമേലിയെ കുറിച്ച് പറഞ്ഞു, ഫഞ്ചൈയെ കുറിച്ച് പറഞ്ഞു, പ്രോട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പ്ലാന്റയെ കുറിച്ച് പറഞ്ഞു. ലെറ്റസ് ആക്സസിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ഫ്രം ദ ടേബിൾ ദ നെയിം ഓഫ് ദ ഓർഗാനിസം
വിച്ച് ഹാസ് മോർ റിസംബ്ലൻസ് വിത്ത് ടൈഗർ. ടൈഗറുമായി കൂടുതൽ റിസംബ്ലൻസ് തോന്നിക്കുന്ന അനിമൽ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന്, ടേബിളിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ ഒരു അനിമലിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് ടൈഗറുമായി റിസംബ്ലൻസ് വന്നു. ഓക്കെ, ഇവിടെ കുറച്ച് അനിമൽസിൻ്റെ കോമൺ നെയിമും സയൻറ്റിഫിക് നെയിമും നൽകിയിട്ടുണ്ട്. അപ്പം ആ സയൻറ്റിഫിക് നെയിമിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പാന്തറ ടൈഗ്രസ് ആണ്. വോൾഫിൻ്റെത് കാനിസ് ലൂപ്പസ് ആണ്. ലയൻ്റെത് പാന്തേറ ലിയോ ആണ്. കാറ്റിൻ്റെത് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഡോഗിൻ്റെത് കാനിസ് ഫെമിലിയാറിസ്. ഇതിൽ നിന്ന് ടൈഗറുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ലയണാണ്. പാന്തേറ ലിയോ, പാന്തേറ ടൈഗ്രസ്. സ്പീഷീസ് മാത്രം ഇവിടെ വ്യത്യാസമായി വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഹൈറാർക്കിയൽ കാറ്റഗറിയും സെയിം ആയിട്ടാണ് ഇവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടൈഗറും ലയണും ഏറ്റവും അടുത്ത് വരുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിസംബ്ലൻസ് തോന്നിക്കുന്നതെന്ന് പറയാം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടാക്സോണമിയെ പറ്റിയും ടാക്സോണമിക്കൽ എയ്ഡ്സിനെ പറ്റിയും ഹൈറാർക്കിയെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് അറിയിക്കാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.